ഇത്രയും മികച്ച രീതിയിൽ ആക്ഷൻ ചെയ്തിട്ടുള്ള, ആക്ഷൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. മദ്രാസി കണ്ടു, AR മുരുകദോസിന്റെ പടം, ശിവകാർത്തികേയൻ, വിദ്യുത് ജമാല്, നമ്മുടെ ബിജു മേനോൻ. എനിക്ക് ഈ പടം കുറേയും കൂടി നല്ല രീതിയിൽ അവർ ആ തിരക്കഥയിലൊക്കെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ വേറൊരു തുപ്പാക്കി ആവാനുള്ള എല്ലാ ചാൻസും ഈ പടത്തിനുണ്ടായിരുന്നു. പടം മോശം എന്നല്ല, പടത്തിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ വേറെ ലെവലായിട്ടുമാണ്, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരിപാടിയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ശിവകാർത്തികേയൻ ഒരു ആക്ഷൻ ചെയ്തിട്ടുള്ള ഒരു പടം നമ്മൾ കണ്ടിട്ടില്ല, വളരെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ. ഈ പടത്തില് നമ്മുടെ വിജയൊക്കെ ചെയ്യുന്ന പോലത്തെ വേണമെങ്കിൽ വേറെ രീതിയിൽ വിജയന്റെ പോലൊക്കെ തന്നെ വന്നിട്ടുള്ള 2-3 സീക്വൻസ് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പക്ഷെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ പടത്തിൽ സ്കോർ ചെയ്തതും വിദ്യുത് ജമാൽ എന്ന് പറയുന്ന നമ്മുടെ തുപ്പാക്കിയിലേക്ക് വില്ലൻ, നമുക്ക് അറിയുന്ന ഒരു താരമാണ്. പുള്ളിക്കാരൻ വരുന്ന സീനിലൊക്കെ വേറെ ലെവലായിരുന്നു. സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ആക്ഷനൊക്കെ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് ഗംഭീരമായിട്ടാണ്. AR മുരുകദോസിന്റെ നമ്മുടെ കാമുകളുടെ ഫേവറേറ്റുള്ള പടങ്ങളായിട്ടുള്ള ഗജനി, അതുപോലെ മറ്റേ തുപ്പാക്കിയൊക്കെ ആ രീതിയിലേക്ക് എത്തിയില്ലെങ്കിലും അതൊക്കെ പോലെ ആവാനുള്ള ഒരു സാധനം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒന്നും കൂടി അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വന്നേനെ. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഡിഫറെന്റ് ആയിട്ട് ഷോട്ടിൽ അവർ എടുത്തു വെച്ചിട്ടുള്ള വളരെ നല്ല ക്വാളിറ്റിയിലാണ് അവരെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കാണാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. മാത്രമല്ല, ശിവകാർത്തികേയന്റെ ഒരു മാസ് അവതാരം കാണാനായിട്ട് ധൈര്യമായിട്ട് മദ്രാസിക്ക് ടിക്കറ്റ് എടുക്കാം. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവും എന്ന്, ഒരിക്കലും നഷ്ടാവില്ല ക്യാഷ്, അത് ഉറപ്പാണ്.